ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസ് ആണ്. അപ്പൊ ഫ്രൈഡ് റൈസിനുള്ള അരി ഇതാ, നെയ്ച്ചോറിന്റെ അരിയാണ് ഞാൻ എടുത്തത്. സാധാരണ ബസുമതി അരി റൈസ് എടുക്കല്, പക്ഷെങ്കിൽ ഞാൻ എടുത്തത് ബിരിയാണി റൈസ് ആണ്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതാ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളക്കുന്നത് ഇത്ര പോരാ, കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. ഇത് വെന്തിട്ട് കോരിയെടുക്കാൻ പറ്റില്ല വെള്ളം വെക്കണം. വെള്ളം ഉണ്ടാക്കി 2-3 ഗ്രാമ്പും പട്ടിയും ഇട്ടിട്ടുണ്ട്. ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട് 3-4 2 കഷ്ണം പട്ടയും ഇട്ടിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് നമ്മൾ ഇടണ്ട. ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം, വെളിച്ചെണ്ണ. സാധാരണ സൺഫ്ലവർ ഓയിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കൂ, ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് അരി കഴുകട്ടെ, ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട്. അരി കഴുകിയിട്ട് നമുക്ക് ഇത് ചോറ് വാർത്തിട്ട് കോരി വെക്കാം. ഇത് ഒരു പകുതി വേവേ വേണ്ടി, പകുതി വേവ് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റിയിട്ട് ഉണക്കണം. അപ്പൊ ഞാൻ ഈ അരി ഒന്ന് വേവിച്ചെടുക്കട്ടെ. അരി ഇട്ട് കൊടുക്കാം. ഇത് ഡ്രൈ ആക്കി ഇട്ടാലും മതി, ഞാൻ പിന്നെ വേഗം തിരക്കി ഇടുന്നതാണ്. ഇത് ഒരു മൂടി വെച്ച് ഊറ്റിയതിന് ശേഷം ഇങ്ങനെ ഇട്ടാലും മതി. ഇത് നല്ലോണം തിളച്ച് വെള്ളമാണ്. അപ്പോൾ ഇതിന് എള്ളെണ്ണയിലും ഉണ്ടാക്കാം, സൺഫ്ലവർ ഒഴിക്കാം. പക്ഷെ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. എള്ളെണ്ണേൻ്റെ ഇത് ടേസ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇടാക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇളക്കിയിട്ട് മൂടി വെക്കാം. കൂട്ടിട്ട് ഉപ്പ് ഇടണം കുറച്ച്. ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമുക്ക് വേകുന്നവരെ ഒരു 10 മിനിറ്റ്. അപ്പൊ ചോറ് വെന്തിട്ടുണ്ട്, നമുക്ക് ഊറ്റിയെടുക്കാം. ഇത് ഊറ്റിയിട്ട് നമ്മൾ ഫാനിന്റെ അടിയിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കണം. ഉണക്കല്ല, നമ്മളിത് ഫാനിന്റെ മുമ്പിൽ വിട്ടിട്ട് ഇത് തണിയാൻ വേണ്ടിയിട്ട് ഫാനിന്റെ അടിയിൽ കൊണ്ടുവച്ചിട്ട് തണിച്ചിട്ട് എടുക്കാം നമുക്ക്. ഓക്കെ, നമ്മളിപ്പോൾ ഫ്രൈഡ് റൈസിന് ചോറ് റെഡി ആയിട്ടുണ്ട്, അത് തണിയാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അടുത്ത് നമുക്ക് ഇതിന്റെ ബാക്കി ചേരുവകളെല്ലാം ഉണ്ടാക്കാം. ഉള്ളി കുറച്ച് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് ക്യാപ്സിക്കം മഞ്ഞ പച്ച ചുവപ്പ്. ഇത് വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത്. പിന്നെ ഇത് കാബേജ്, ക്യാരറ്റ്, ബീൻസ്, മല്ലിച്ചപ്പ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അത് ആക്കുമ്പോൾ ഞാൻ ചേർത്ത് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇത് വെച്ചിട്ടുണ്ട്, പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിത് പാന് ചൂടാകുന്ന സമയത്ത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ആദ്യം ഒന്ന് ഇപ്പം വെളുത്തുള്ളി ഒന്ന് ചൂടായതിന് ശേഷം ഉള്ളി, വലിയ ഉള്ളി ഇടും. വെളുത്തുള്ളി ചൂടായതിന് ശേഷം നമുക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. വെല്ലുള്ളി ഇട്ട് ഒന്ന് ഇതതിന് ശേഷം വെളുത്തുള്ളി ഒന്ന് ഇതായതിനു ശേഷം നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഒന്ന് വാടി വരുമ്പോ നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ഒന്ന് വാടി വരുമ്പോ ഇത് കുറച്ച് ബീൻസ്, കുറച്ച് ക്യാരറ്റ് കുറച്ചൊരു വെള്ളമുണ്ട് നമുക്ക്. പിന്നെ അതൊന്ന് ഇതായി വരട്ടെ. അപ്പൊ അതിന് ശേഷം നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. എത്രപ്പാട് വേവൊന്നും വേണ്ട. ബീൻസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ക്യാപ്സിക്കോ ഓരോന്ന് ആയിട്ടിടാം. ആദ്യം നമുക്ക് പച്ചയായിട്ട് കൊടുക്കാം. ചുവപ്പ് ക്യാപ്സിക്കോ, മഞ്ഞ, ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. ഇതെല്ലാം കൂടി ഒന്ന് വേവൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ഇതാവുന്നത് വരെ നോക്കാം. നമുക്ക് ഉപ്പ് നോക്കണ്ടോന്ന്. ഉപ്പ് കുറച്ച് കുറവാ, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ടേബിൾ സ്പൂൺ, വലിയ സ്പൂണാണ്. അപ്പോൾ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ്, ചെറിയ ടീസ്പൂൺ കുരുമുളക്, മല്ലിച്ചപ്പ്. അത് നമുക്കതൊന്ന് മിക്സാക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക്
എടുക്കാം. നമുക്ക് ചേർക്കാനുള്ളത് ലാസ്റ്റ് മുട്ടയാണ്. മുട്ട കുരുമുളക് ഉപ്പ് ഇട്ടിട്ട് ഞാൻ വെറുതെ ഒന്ന് വറുത്ത് വെച്ചതാണ്. വേറെ ഒന്നും ചേർക്കണ്ട. മുട്ടയും ഉപ്പ് കുരുമുളക്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എഗ് ഫ്രൈഡ് റൈസ് ആണ്. നമ്മൾ ചോറിനകത്ത് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇളക്കുന്നതിന് പകരം ഇങ്ങനെ ചെയ്യാം. ഇതുപോലെ ചെയ്താൽ മതി. നീ ഇളക്കിയാൽ ചോറ് ഉടഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.